ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന വലിയ നദിയാണ് ബ്രഹ്മപുത്ര. തിബറ്റിലാണ് ബ്രഹ്മപുത്രയുടെ ഉദ്ഭവം. ബംഗാൾ ഉൾക്കടലാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം. ചൈനയിൽ നിന്നും ഇന്ത്യയിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ എത്തുന്ന ബ്രഹ്മപുത്ര ഗംഗാ നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ചൈനയിൽ യാലുസാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിലും അസമിൽ ബ്രഹ്മപുത്ര എന്ന പേരിലും നദി അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. തിബറ്റിൽ ബ്രഹ്മപുത്രയുടെ ഉദ്ഭവം കണ്ടെത്തിയത് ഹെഡിൻസൺ ആൻഡേഴ്സ് ആണ്. തിബറ്റിലെ സാങ്പോയും ബ്രഹ്മപുത്രയും ഒന്നു തന്നെ എന്ന് സ്ഥിരീകരിച്ചത് കിൻഡപ്പ് എന്ന ഇന്ത്യൻ പരിവേഷകനാണ്. ഇന്ത്യയും ചൈനയുമെല്ലാം ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അസമിന്റെ പ്രധാനപ്പെട്ട ഭൂഭാഗം ബ്രഹ്മപുത്ര തടമാണ്. ബ്രഹ്മപുത്രയിൽ ഉണ്ടാകുന്ന പ്രളയം അസം ജനതയെ വല്ലാതെ ബാധിക്കാറുണ്ട്. തന്മൂലം ബ്രഹ്മപുത്രയെ അസമിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നു. അസമിൽ സ്ഥിതി ചെയ്യുന്ന കാസിരംഗ ദേശീയോദ്യാനം ബ്രഹ്മപുത്രയുടെ കരയിലാണ്.